നമസ്കാരം. എന്തരാണല്ലേ? വീണ്ടും നമസ്കാരം. ഈ ഗ്രാഫ്റ്റിക്കിനെ കുറിച്ച് ഒന്നും അറിഞ്ഞാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ചെടിയെ ലോകത്തുള്ളൂ. അത് വന്നിട്ട് അഡീനിയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിക്കാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് അഡീനിയം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10 വർഷം പഴക്കമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് സാധാരണ ഒരു ചെടിയാണ്. അതായത് നമ്മുടെ നോർമലായിട്ട് വരുന്നത് വൈറ്റ് റോസ് അങ്ങനത്തെ കളറാണ് നോർമൽ നാടൻ അഡീനിയം വരുന്നത്. അപ്പോൾ നാടൻ അഡീനിയത്തിൽ നമ്മളിപ്പോൾ ഈ മൾട്ടി പെറ്റൽ അഡീനിയം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആവശ്യം റൂട്ട് സ്റ്റോക്കാണ്. നമ്മളെ നാടൻ റൂട്ട് സ്റ്റോക്കാണ്. അടുത്ത ആവശ്യം കത്തിയാണ്. വേണമെങ്കിൽ ഒരു ബ്ലൈഡ് കൂടെ വച്ചേക്കാം. ഇത് പുതിയ ബ്ലൈഡാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട കമ്പ്, പിന്നെ ആവശ്യം സാധാരണ നിങ്ങളെ വീട്ടിലുള്ള സാധാരണ ഒരു കവറിൻ്റെ പീസാണ്, സാധാരണ കവറിൻ്റെ പീസ്. പിന്നെ കവർ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റബ്ബർ ബാൻഡ്. ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കത്തി ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പുതിയ ബ്ലൈഡ്, നേരത്തെ പറഞ്ഞാൽ പുതിയ ബ്ലൈഡായാലും മതി. നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 കളറാണ്, അത് പറയാൻ പോയിട്ട് 3 കളറാണ്. ഇതാണ് ഒരു കളർ റെഡ്, പിന്നെ റോസിൽ വെള്ള ഷെയ്ഡ് വരുന്നത്, പിന്നെ ഇതും ഒരു റോസ് കളർ തന്നെയാണ്. അപ്പം അങ്ങനെ 3 ഐറ്റത്തിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ റൂട്ട് സ്റ്റോക്കിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ട് ഇതുപോലത്തെ എടുക്കുക. നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇലയുടെ ഒരു 3-4 നോഡ് കാണും. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമുക്ക് അടുത്ത മുള വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 മതി. ഏകദേശം 1, 2, 3 അതിന് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ട് കാണാമോ? ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് കട്ടി നടണം. അത് കഴിഞ്ഞ് ഇതിനെ എടുത്ത് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വെറുതെ എടുത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഈ കവറിനെ ഇതുപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് ഇതേപോലെ കവർ നിരപ്പായിട്ടൊന്ന് പിടിച്ചോളണം. അത് കഴിഞ്ഞ് നമ്മുടെ റബ്ബർ ബാൻഡ് വെച്ച് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തങ്ങ് വിട്ടിരുന്നാൽ മതി. ഈ ഒരു കമ്പി കൂടെ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. അത് വേറൊരു കളറാണ്. ഒരു 2-3 ഇല വരുന്ന ആ ഭാഗം ഒന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ റൂട്ട് സ്റ്റോക്കിനേക്കാളിലും അല്പമെങ്കിലും ചെറുതായിരിക്കണം നമ്മൾ അടുത്ത് വയ്ക്കേണ്ട കമ്പ്. അഡീനിയത്തിന് 2 തരത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് ആണുള്ളത്. ഒന്ന് ക്യാപ്സ്യൂൾ ഗ്രാഫ്റ്റിങ്ങും, അതായത് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്ത് മേളിൽ വയ്ക്കുന്ന ഗ്രാഫ്റ്റിംഗ് ക്യാപ്സ്യൂൾ ഗ്രാഫ്റ്റിംഗ് ആണ്. പിന്നെ അടുത്തുള്ളത് വി ഗ്രാഫ്റ്റിംഗ് ആണ്. ഇത് രണ്ടും സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലുള്ള 2 ഗ്രാഫ്റ്റിംഗ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സക്സസ് ആവാനുള്ള ഒരു
ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വി ഗ്രാഫ്റ്റിംഗ് ആണ്. പക്ഷേ വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള രണ്ടൊന്ന് ന്യൂനതകളുണ്ട്. ഒന്ന്, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ആ റൂട്ട് സ്റ്റോക്കിൽ ചെറുതായിട്ട് തള്ളി വരും, അതൊരു അഭംഗി പോലെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിനെ ഒന്ന് ചെത്തി ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഒതുക്കി സാഫ് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ വി ഗ്രാഫ്റ്റിംഗ് വേണ്ടത് ഇതുപോലത്തെ ഒരു സയോണാണ്. ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൂട്ട് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയോണിനെ നമ്മൾ ആപ്പിൻ്റെ ആകൃതിയിൽ ഒന്ന് ചെത്തിയെടുക്കും. ഇതുപോലെ ആപ്പിൻ്റെ ആകൃതിയിൽ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്തിൽ ഇത് ഇറങ്ങാൻ കണക്കാക്കിയായിട്ട് ഒരു മുറിവുണ്ടാക്കും റൂട്ട് സ്റ്റോക്കിൽ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കും. സിമ്പിളാണ്, കണ്ടല്ലോ. ഇതുപോലെ വി ഷേപ്പിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഒരു ആപ്പിൻ്റെ അത് വെട്ടിയിട്ട് അതിനകത്തേക്ക് സിമ്പിളായിട്ട് ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ആവശ്യം ഇതുപോലത്തെ ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്, അല്ലെങ്കിൽ സാധാരണ കവറായാലും മതി. അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി നിർത്തണം. ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ പുറമെ ഒരു കവറിട്ട് മൂടി ഒന്ന് കെട്ടുക. അതിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കവറിടുന്നത്. അപ്പോൾ ഇതുപോലെ കവറിൽ കെട്ടി വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കവറിൽ ഇങ്ങനെ കെട്ടി നിർത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 3 ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിലും വേറെയും ആൾക്കാർ ഉപയോഗിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുണ്ട്. അത് ഗ്ലൂ ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറയും. ഇതിനെ നമ്മുടെ സയോണിനടുത്തിൽ വെച്ചിട്ട് 4 സൈഡിലും ചുറ്റും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യും. അതും മുളയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല. ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയ 2 മെത്തേഡാണ് ഇത്. ഇതിൽ ഏറ്റവും സക്സസ് ആയ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഗ്രാഫ്റ്റിംഗ് ആണ്. പക്ഷേ വി ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഒന്ന് വികസിച്ച് അല്പം വൃത്തികേട് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഗ്രാഫ്റ്റ് ആയി വരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്സ്യൂൾ ഗ്രാഫ്റ്റിംഗ് ആണ്, ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെടിയിൽ ഒരു 5 സയോൺ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1, 2, 3, 2 വി ഗ്രാഫ്റ്റ് വഴി 2 ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയ 2-3 ചെടികളാണിത്. കുറേ ചെടികളുണ്ട്. ഞാൻ ഏകദേശം 1 വർഷം 2 വർഷത്തോളമായി ഈ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് നമ്മുടെ ഒഴിവ് സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് വി ഗ്രാഫ്റ്റിൽ ചെയ്ത ഒരു ചെടിയാണ്. വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഇങ്ങനെ തള്ളി വരുന്നത്. അപ്പോൾ ഞാനതിനെ ചെത്തി ഒതുക്കി അവിടെ സാഫ് തേച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഒരു 3 മാസമായ ചെടിയാണ്. 3 മാസമായ ചെടിയാണിത്. ഇത് ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് 2 മാസമായ ചെടിയാണിത്. ഇതും അതിനോട് തന്നെ ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് 2 മാസമായ ചെടിയാണിത്. ഇതൊരു യെല്ലോ ഷെയ്ഡുള്ള ഒരു പൂവാണിത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ടിപ്പുകളാണ്. നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ദിവസം വെള്ളം ഒഴിക്കരുത്. അതിന് തൊട്ട് മുന്നേ ദിവസം വെള്ളം ഒഴിച്ച് നിർത്തുക. പിന്നെ മഴ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യരുത്. ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് വേനൽക്കാലമാണ്. അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് വേനൽക്കാലത്താണ്. മഴ ചെയ്ത് കഴിഞ്ഞാൽ മൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കത്തി നല്ല വൃത്തിയായിരിക്കണം. അത് 2ാമത്തെ ടിപ്പ്. അല്ലെങ്കിൽ അത് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മുതൽ 20 ദിവസത്തേക്ക് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല. തണലത്തെ വയ്ക്കാവൂ. ഷെയ്ഡിൽ തന്നെ വയ്ക്കണം. വെള്ളം അടിയിൽ നനയുകയോ അല്ലെങ്കിൽ വെള്ളയിൽ നനയുന്ന അവസ്ഥ ഉണ്ടാകുകയോ ചെയ്യരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റൂട്ട് സ്റ്റോക്ക് ഉൾപ്പെടെ നശിച്ചു പോകും. കാരണം അതെനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ അഡീനിയം തൊടുന്നതിന് മുന്നും അഡീനിയത്തിൽ, അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിരിക്കണം. ഇതിലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ചെടിയിൽ ഒരു കളർ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്.
അപ്പോൾ ഇത് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്ത് എനിക്ക് വേറെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്ന ചെടിയിലെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാം, അല്ലാതെ ഒരു ചെടിയിൽ ഒരു കളർ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് അഡീനിയം ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് അഡീനിയാണ്. കാരണം ഈ ചെടി പെട്ടെന്ന് തന്നെ വളർന്നു വരും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇത് സ്ലോ ആയിട്ടേ ഗ്രോ ചെയ്യുള്ളൂ. ഇത് രണ്ടും ഒരു ചെടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് വേഗത്തിൽ പൊങ്ങിപ്പോവുകയും ഇത് അവിടെ നിന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അല്ലെങ്കിൽ ഒരേപോലെ വളർച്ചയുള്ള അഡീനിയം നിങ്ങൾ നോക്കി ഗ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.